good morning. Welcome back to science class. Science class in unit 3 പഠിക്കാൻ പോകുന്നു. Unit 3 ന്റെ പേര് safety and first aid. എന്താണ് safety and first aid എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. നമുക്ക് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്സ് വായിക്കാം. Kitty, don't panic. I will give you first aid to stop your bleeding. Clean down. നിന്റെ കൈ മുറിഞ്ഞിട്ടില്ലേ, നീ അതുകൊണ്ട് പാനിക് ആവണ്ട, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് തരാം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് തരുമ്പോൾ എന്താവും, നിന്റെ ബ്ലീഡിങ് കുറഞ്ഞോളും. താങ്ക് യു മൗസി. അപ്പൊ അവൻ പറഞ്ഞു താങ്ക് യു, എന്താണ് എന്റെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ, നീ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് എയ്ഡ് തന്നിട്ട്. അപ്പൊ അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ, നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. സേഫ്റ്റി അറ്റ് ഹോം. വീട്ടിൽ എങ്ങനെ നമ്മൾ സേഫ് ആയിരിക്കണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളുടെയും സേഫ്റ്റി അല്ല, നമുക്ക് മുറിവ് പറ്റിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ സേഫ്റ്റിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സേഫ്റ്റി വൈൽ യൂസിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് സേഫ്റ്റി കൈകാര്യം ചെയ്യേണ്ടത്, സുരക്ഷിതത്വപരമായി അതെങ്ങനെ കൈകാര്യം ചെയ്യാം. സേഫ്റ്റി വൈൽ ഹാൻഡ്ലിംഗ് ഫയർ. ഒരു തീ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സേഫ്റ്റി റൂൾസ് ഫോർ വാക്കിംഗ് ത്രൂ എ ബിസി റോഡ്. തിരക്കുള്ള റോഡിലൂടെ, പാതയിലൂടെ, വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സേഫ്റ്റി റൂൾസ് ഫോർ പ്ലേയിങ് ഗെയിംസ്. കളികൾ നടക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഫൈനൽ വൺ, ഫസ്റ്റ് എയ്ഡ്. ആദ്യം നമ്മൾ എന്താണ് സേഫ്റ്റി എന്ന് നോക്കാം. We need to remember and practice safety rules at all times at home. നമ്മൾ എന്നും ഓർക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒന്നാണ് വീട്ടിലുള്ള നമ്മുടെ സുരക്ഷാ നിയമങ്ങൾ, അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇൻ സ്കൂൾ, while crossing the road, while swimming and playing. വീട്ടിൽ മാത്രമല്ല, നീന്തുമ്പോഴായിക്കോട്ടെ, കളിക്കുമ്പോഴായിക്കോട്ടെ, റോഡ് ക്രോസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, സ്കൂളിൽ പോയിരിക്കുമ്പോഴായിക്കോട്ടെ, അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. This will help us to take care of ourselves and of others too. മറ്റുള്ളവരെയും നമ്മളെയും സംരക്ഷിക്കുവാനായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. Accidents can take place anywhere and at any time. ഏതൊരു സ്ഥലത്ത് വെച്ചും ഏതൊരു സമയത്തും ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, അല്ലെ? അപകടങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. Carelessness can cause accidents resulting in injury or even death. നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് എന്തിന് കാരണമാവും? ആക്സിഡൻസിന് കാരണമാവും. അങ്ങനെ ആക്സിഡൻസ് സംഭവിച്ചാൽ അത് എന്തിലോട്ട് എത്തിക്കും? റിസൾട്ടിങ് ഇൻ ഇൻജുറി ഓർ ഈവൻ ഡെത്ത്. ഒന്നില്ലെങ്കിൽ നമ്മൾ മാരകമായ പരിക്കുകൾ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിലോ ഡെത്ത് വരെ, മരണം വരെ സംഭവിച്ചേക്കാം. സേഫ്റ്റി റൂൾസ് ഹാവ് ബീൻ made to help us avoid accidents. ആ സേഫ്റ്റി റൂൾസ് എന്തിനാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാനും നമ്മൾ സേഫ് ആയിരിക്കാനുമായിട്ടാണ്. മെയ്ഡ് us to help us avoid accidents. Okay. Safety at home. എങ്ങനെയാണ് വീട്ടിലെ സേഫ്റ്റി നോക്കേണ്ടത്? Accidents at home are mainly caused by fire, electricity and by sharp things such as knives and scissors. വീട്ടില് ഒന്നില്ലെങ്കിൽ തീപിടുത്തം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, കറന്റിന്റെ അപായം, അല്ലെ, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് തട്ടി മുറിയൽ. ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. One, learn to use knives or scissor carefully. അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിസർ അല്ലെങ്കിൽ നൈഫ് എങ്ങനെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. Being careless with them can cause cuts and you may lose a lot of blood. കെയർലെസ് ആയിട്ട് കത്തിയും കത്രികയും ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അത് ഉപയോഗിച്ച് കട്ടാവുകയും പിന്നീട് തുടർന്ന് എന്ത് സംഭവിക്കുകയും ഒരുപാട് ബ്ലഡ് പോവാനും ഇടയാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് 2, നെവർ പ്ലേ വിത്ത് ഇലക്ട്രിക് സ്വിച്ചസ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇലക്ട്രിക് സ്വിച്ചുമായിട്ട് കളിക്കരുത്. അതുപോലെ തന്നെ ഇലക്ട്രിക് സോക്കറ്റ്സ്, ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ്, പിന്നെ ഇൻ ദ കിച്ചൺ ഓർ എൽസ്വെയർ ഇൻ ദ ഹൗസ്. നമ്മുടെ അടുക്കളയിലോ മറ്റുമൊക്കെ ഉള്ള ഇലക്ട്രിക് ഗാഡ്ജറ്റ്സിലോ അല്ലെങ്കിൽ സോക്കറ്റ്സിലോ സ്വിച്ചസിലോ ഒന്നും പോയി കളിക്കാതിരിക്കുന്നതാണ് നമുക്ക് ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ അതിൽ പോയി കളിക്കുന്നത് നമുക്ക് കറണ്ട് തട്ടി ആക്സിഡൻസ് ആവാനുള്ള സാധ്യതകളെ കൂട്ടുന്നുണ്ട്. അടുത്തത്, ഇൻ സം ഹോംസ് വാട്ടർ ഈസ് ഹീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് റോഡ്. എന്താണ്, നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഈസ് ഹീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് റോഡ്. ഒരു ഇലക്ട്രിക് റോഡ് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, വെള്ളത്തിന് ചൂടാവാൻ വെക്കുകയാണ്. ഡു നോട്ട് ടച്ച് ദ ബക്കറ്റ് വൈൽ ദ സ്വിച്ച് ഈസ് ഓൺ. അവിടെ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ പോയി ആ ബക്കറ്റിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും?
ഷോക്ക് അടിക്കും. അപ്പോൾ ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാം അല്ലെ. അതുപോലെ തന്നെ ആ ഇത് ഓണാക്കി ആ റോഡ് ഇട്ട് വെച്ചിരുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ അപ്പോഴും ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ആദ്യം വെള്ളം ഒഴിച്ചു വെച്ചിട്ട് വേണം റോഡ് ഇടാൻ. അല്ല, റോഡ് ഇട്ട ശേഷം അത് ഓണാക്കിയിട്ട് വെള്ളം എടുത്ത് വെച്ചാൽ അതിൽ കൂടി ഇങ്ങനെ ഷോക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലോട്ടത് തട്ടും. നമ്മുടെ കൈ കാപ്പുന്ന അണങ്ങിയിരിക്കുമല്ലോ, അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ഷോക്ക് ഏൽക്കും. Do not touch them with wet hands or while standing on a wet floor. അതിലോട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ നനഞ്ഞ കൈകൾ കൊണ്ട് തൊടുകയോ നനഞ്ഞ ഫ്ലോറിൽ നിന്ന് അതിന് തൊടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നമ്മുടെ കൈ നനഞ്ഞിട്ടില്ലെങ്കിലും നനഞ്ഞ ഫ്ലോറിൽ നിന്ന് തൊടാൻ ശ്രമിക്കുമ്പോഴും അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ഇതിലൂടെ ഇലക്ട്രിസിറ്റി ആക്സിഡന്റ് സംഭവിക്കാം. ഇലക്ട്രിക് ഷോക്സ് ക്യാൻ ഈവൻ കോസ് ഡെത്ത്. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത് ഒരുപക്ഷെ മരണം വരെ ഉണ്ടാകുവാൻ അയക്കുന്ന ഒന്നാണ്. In case a person receives a shock, the current should be switched off immediately. In case നമുക്ക് അറിയുന്ന ആർക്കെങ്കിലും എന്ത് സംഭവിക്കുകയാണ്, ഷോക്ക് ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ കറണ്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വിച്ച് പോയിട്ട് ഓഫ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അയാളെ എങ്ങനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അയാളെ കയറി പിടിച്ചാൽ നമുക്കും കൂടി ഷോക്ക് ഏൽക്കും, പിന്നെ നമ്മളെ രക്ഷിക്കാൻ അടുത്ത ആള് വരണം. ചിലപ്പോൾ അയാളെയും ഷോക്ക് അടിക്കും, ആർക്കും വിവരമില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്വിച്ച് പോയിട്ട് ഓഫ് ചെയ്യുക. അപ്പൊ എന്താവും, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, പിന്നെ അവിടുത്തെ കറണ്ട് തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പൊ പിന്നെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും. You should not touch electrical appliances, nor should you try to repair electric wires, plugs or fuses. നിങ്ങളെ കൊണ്ട് പറ്റാത്ത പണികളായിട്ടുള്ള ഇലക്ട്രിക് വയേഴ്സ്, പ്ലഗ്സ്, ഫ്യൂസസ് ഇതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള പോക്ക്, പിന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് നേരെയാക്കാനുള്ള ശ്രമം, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല. അത് ചെയ്യാൻ അറിയുന്ന മുതിർന്നവർ ചെയ്തോട്ടെ. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടിരുന്നോളൂ, പക്ഷെ അതിൽ കയറി തൊട്ട് അവർ പോയ സ്ക്യാപ്പിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് കൈയിട്ട് നോക്കുന്ന സ്വഭാവം നല്ലതല്ല. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് അതിൽ നിന്നും ഷോക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. Sometimes you like to help your mother in the kitchen. ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കിച്ചണിൽ സഹായിക്കാൻ ഇഷ്ടം തോന്നാറുണ്ട് അല്ലെ. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. റിമെമ്പർ ദാറ്റ് നൈലോൺ ക്ലോത്ത്സ് ക്യാച്ച് ഫയർ വെരി ഈസിലി. നൈലോൺ ക്ലോത്ത്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർക്കണം. അപ്പൊ തീന്റെ അടുത്ത് പോയി നിൽക്കരുത്. നെവർ വെയർ ദം ഇൻ ദ കിച്ചൺ. അതിൽ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കിച്ചണിലോട്ട് പോകരുതെന്നാണ്. ഇനി പെട്ടിരിക്കുന്ന വസ്ത്രം അഴിച്ചു വെച്ച് കിച്ചണിലോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കിച്ചണിലോട്ട് പോകുമ്പോൾ തീയുള്ള ഭാഗത്തേക്ക് കൂടുതൽ പോവാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാക്സിമം അങ്ങനത്തെ വസ്ത്രം ഉപയോഗിച്ച് കിച്ചണിൽ കയറാതെ ഇരിക്കുക. വെയർ കോട്ടൺ ഓർ വുളൻ ക്ലോത്ത്സ്. ബെറ്റർ വൺ എന്താണെന്ന് ചോദിച്ചാൽ അടുക്കളയിൽ കയറുമ്പോൾ കോട്ടൺ അല്ലെങ്കിൽ വുളൻ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതാണ്. ഡു നോട്ട് ഗോ ടു ക്ലോസ് ദ ഫയർ. ഫയറിന് അടുത്തോട്ട് പോവാതെ ഇരിക്കുക, ഒരുപാട് അടുത്ത് പോയി നിൽക്കാതെ ഇരിക്കുക. നെവർ ബ്ലോ അറ്റ് ദ ഫയർ വിത്ത് യുവർ മൗത്ത്. നമ്മൾ തീൻ്റെ അടുത്ത് പോയിട്ട് ബ്ലോ ചെയ്യരുത്, ഊതരുത്, ഊതി നോക്കരുത്. ഓക്കെ, അത് വായ വെച്ചിട്ട്. പ്ലേയിങ് വിത്ത് ഫയർ ഈസ് ഡേഞ്ചറസ്. തീയിനോട് കളിക്കുന്നത് വളരെ അപകടകരമാണ്. ഡു നോട്ട് ലൈറ്റ് മാച്ച് സ്റ്റിക്സ് ഫോർ ഫൺ. വെറുതെ തമാശ ഇങ്ങനെ തീപ്പെട്ടി കൊളുത്തി നോക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. അവോയ്ഡ് ടച്ചിങ് ഹോട്ട് പാൻസ്. ചൂടുള്ള പാത്രങ്ങൾ തൊടുന്നത് ഒഴിവാക്കുക. സ്റ്റീമിംഗ് കെറ്റിൽസ്. തിളച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവി പൊങ്ങുന്ന കെറ്റിൽസിലോട്ട് നമ്മൾ കയറി തൊടാതിരിക്കുക. അതിലും പോയി തൊട്ടിട്ട് എന്താവും, കൈ ബേൺ ആവുന്നതിനേക്കാളും ബെറ്റർ എന്തായാലും തൊടാതിരിക്കുന്നതാണ്. പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഇലക്ട്രിക് സ്റ്റൗസ് ആൻഡ് ഹീറ്റേഴ്സ്. അതേപോലെ തന്നെ ഇലക്ട്രിക് സ്റ്റൗസിലോ ഹീറ്റേഴ്സിലോ കയറി തൊടാതിരിക്കുക. ഫയർ, ഫുഡ് ബീയിങ് കുക്ക്ഡ് ഓർ സ്റ്റീം എസ്കേപ്പിംഗ് ഫ്രം it can cause serious burns. ഫയർ അല്ലെങ്കിൽ ഫുഡ് ബീയിങ് കുക്ക്ഡ് ഓർ സ്റ്റീം എസ്കേപ്പിംഗ്. ഫയർ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റീം എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ കയറി നമ്മൾ എന്ത് ചെയ്യാണ്, തൊടുകയാണെന്നിരിക്കട്ടെ, അവിടെ എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സീരിയസ് ആയിട്ടുള്ള ബേൺ ഉണ്ടാവാനുള്ള സാധ്യത. നമ്മുടെ മേലെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സീരിയസ് ആയിട്ടുള്ള ബേണിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. Take medicines given by your parents only. Do not try to taste anything you are not sure about. നമുക്ക് അറിയാത്ത മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കാതിരിക്കുക. ബെറ്റർ എന്താ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തരുന്ന ഇതാണ് നിനക്ക് കഴിക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞ് തരുന്ന മരുന്ന് മാത്രം കഴിക്കുക. അത് അവസരങ്ങളിൽ മാത്രം കഴിക്കുക.
Several medicines are poisonous for children. ഒരുപാട് മരുന്നുകൾ ചെറിയ പ്രായത്തിൽ നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ പോയിസണസ് ആയിട്ട് ബാധിക്കുന്നതുണ്ട്. ഓരോ ഏജിനാണ് ഓരോ മരുന്നും ഓരോ കാറ്റഗറി ആക്കി വെച്ചിരിക്കുന്നത്. പാരസെറ്റമോൾ തന്നെ പല ഏജിനും പല ഡോസുകളിലാണ് അവൈലബിൾ. അപ്പൊ നമ്മൾ വലിയവരുടെ മരുന്ന് വെച്ച് കഴിക്കുന്നത് നമുക്ക് അപകടം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെയാണ് അതിലുള്ള കെമിക്കൽസിന്റെ വേരിയേഷനും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനി അവോയ്ഡ് ഫാൾസ്. ഡു നോട്ട് റൺ അപ്പ് ആൻഡ് ഡൗൺ ഓർ പ്ലേ ഓൺ സ്റ്റെയർ കേസസ്. ഈ പടികളിൽ കയറി പടവുകളിൽ കയറിയിട്ടുള്ള ഓട്ടം ചാട്ടം എന്നുള്ളവയൊക്കെ എന്ത് ചെയ്യണം, കളികൾ എന്നുള്ളവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. യു മേ സ്ലിപ്പ് ആൻഡ് hurt yourself or even break your bones if you fall. അതിന് മുകളിലൂടെ ഓടിക്കളിക്കുന്ന സമയത്ത്, സ്റ്റെപ്സിന് മുകളിലൂടെ ഓടിക്കളിക്കുന്ന സമയത്ത് താഴെ വീണാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് നന്നായി വേദനിക്കും, ചെറിയ മുറിവുകൾ സംഭവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, എല്ല് പൊട്ടാനുള്ള സാധ്യതകൾ വരെ ഉള്ളതാണ് ഈ സ്റ്റെപ്സിലൂടെയുള്ള ഓട്ടവും ചാട്ടവും കളികളും എന്ന് പറയുന്നത്. കീപ് ദ ഫ്ലോർ ഓഫ് യുവർ ഹൗസ് ക്ലീൻ ആൻഡ് ഡ്രൈ. എപ്പോഴും നമ്മുടെ വീട്ടിലെ ഫ്ലോർ എന്ന് പറയുന്നത് ക്ലീൻ ആയി വെക്കാൻ ശ്രദ്ധിക്കുക, ഡ്രൈ ആയി വെക്കാൻ ശ്രദ്ധിക്കുക. A wet floor can be slippery and can cause bad falls. നനഞ്ഞ ഫ്ലോർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് സാധ്യത ഉണ്ട്, സ്ലിപ്പായി പോകാനും വീഴാനുമുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് നനഞ്ഞ ഫ്ലോർ എന്ന് പറയുന്നത്, അല്ലേ? അതെ. If you leave your toys and other things lying on the floor, someone can trip over them and fall. താഴത്ത് നമ്മുടെ കളിക്കാനുള്ള സാധനങ്ങൾ ടോയ്സും കാഴ്സും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിണ്ടാതെ പോകും. അപ്പോഴായിരിക്കും അതിലൂടെ മറ്റൊരാൾ വരിക. അത് താഴെ നോക്കാതെ നടക്കുന്ന ഒരു മനുഷ്യനാണ്, ഫോണും നോക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനോ മനുഷ്യ സ്ത്രീയോ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് മേലെ ചവിട്ടി അവർ താഴെ വീഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ, കളി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. This can be especially dangerous for old people like your grandparents. മാത്രമല്ല, ഈ പോയ ഫോൺ നോക്കി നടക്കുന്ന ചെറിയ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, വീണാലും അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷേ അതേ സ്ഥാനത്ത് വയസ്സായ അപ്പൂപ്പനോ അമ്മൂമ്മയാണ്, കണ്ണ് നേരെ കാണില്ല. അപ്പൊ ഈ സാധനം ഇവിടെയുള്ള ശ്രദ്ധിച്ചില്ല, പോണ വഴിയിൽ അതിൽ ചവിട്ടി താഴെ വീണ് കഴിഞ്ഞാൽ അവർക്ക് ഡേഞ്ചർ ആയിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നോക്കുക. In school, go up and down the stairs in a line. Do not push anyone. നമ്മൾ മുകളിലോട്ട് താഴോട്ടും പോകുന്ന സമയത്ത്, എവിടെ, സ്റ്റെയർസിൽ പോകുന്ന സമയത്ത് ലൈനായിട്ട് പോവുകയായിരിക്കും, അല്ലെ? നമ്മൾ സ്കൂൾസിൽ റൂൾസ് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ വലിയ വലിയ സ്കൂൾസിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മുകളിലത്തെ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അവിടെ ഒരു റൂൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ലൈനായിട്ട് പോകാവൂ, ലൈനായിട്ട് വരാവുന്നു. അപ്പൊ ലൈനായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്താ അത്ര മെല്ലെ നടക്കുന്നു പറഞ്ഞ ഒരു തള്ളു കൊടുത്താൽ എന്താവും, തളപടപടപെടാന്ന് എല്ലാവരും നിരനിരയായി വീഴും. അപ്പൊ വീഴുന്നവരുടെ ഒക്കെ കൈക്കോ കാലിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് തള്ളരുത് ആരെയും ലൈനിൽ പോകുന്ന സമയത്ത്. അതിപ്പോ സ്റ്റെപ്സിലായിക്കോട്ടെ, നമ്മുടെ നോർമൽ ഫ്ലോറിലായിക്കോട്ടെ, ലൈനിൽ പോകുന്ന സമയത്ത് മുമ്പിലുള്ള ആളെയോ പിമ്പിലുള്ള ആളെയോ പുഷ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ. ഇനി സേഫ്റ്റി റൂൾസ് ഫോർ വാക്കിംഗ് ത്രൂ ബിസി റോഡ്സ് ആണ്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് സേഫ്റ്റി റൂൾസ് ഫോർ വാക്കിംഗ് ത്രൂ ബിസി റോഡ്സ് എന്നുള്ളത് നോക്കാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് റോഡ്സ് ആർ നോട്ട് മെന്റ് ഫോർ പ്ലേയിങ്. റോഡ്സ് നമുക്ക് കളിക്കാനുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അത് ഓർക്കണം. ഓക്കെ. റോഡ് ആക്സിഡൻസ് ആർ വെരി കോമൺ. ഈ റോഡിൽ നടക്കുന്ന ആക്സിഡൻസ് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണല്ലോ ഒന്ന്. Many people get hurt or killed because they do not follow safety rules of the road, which are always walk on the footpath. If there is no footpath, walk on the right side of the road. This way you can see the traffic coming towards you. Okay, എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ട്രാഫിക് റൂൾസ് പാലിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് ഡെത്ത്സും ട്രാഫിക്കിൽ ഉണ്ടാവുന്ന അപകടങ്ങളും നടക്കുന്നത്. ഓക്കെ. അത്തരത്തിൽ നമുക്ക് അത് സംഭവിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് പേര് ട്രാഫിക്കിൽ മരിച്ചു പോകാനുള്ള കാരണം എന്താണ്, അവർക്ക് മര്യാദയ്ക്ക് ട്രാഫിക് ലോസ് അല്ലെങ്കിൽ റൂൾസ് പാലിക്കാത്തത് കൊണ്ടാണ്, അല്ലെ? അവരത് പാലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ പാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്നുള്ളത് നോക്കാം. പാലിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും, ആക്സിഡന്റ് സംഭവിക്കും. ഇനി പാലിക്കാനുള്ള എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞു വെക്കാം. ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. ഫുട്പാത്തിലൂടെ നടക്കുക. നമ്മുടെ വഴി ഒരു ഫുട്പാത്ത് ഉണ്ടാവില്ല, ഫുട്പാത്തിലൂടെ വേണം നടക്കുക. റോഡിലോട്ട് ഇറങ്ങി നടക്കുന്നതിന് പകരം ഫുട്പാത്തിലൂടെ നടക്കുക. ഇനി ഫുട്പാത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇഫ് ദർ ഈസ്
the not footpath, walk on the right side of the road. എപ്പോഴും നടക്കുമ്പോൾ വലതുവശത്തോട് നടക്കുക, റോഡിന്റെ വലതുവശത്തോട് നടക്കുക, ഫുട്പാത്ത് ഇല്ലെങ്കിൽ. This way you can see the traffic coming towards you. നമ്മുടെ അടുത്തോട്ട് വരുന്ന ട്രാഫിക് കാണാൻ നമുക്ക് റൈറ്റ് സൈഡിലൂടെ നടക്കുമ്പോഴാണ് കാണാൻ സാധിക്കുക. അതിനാണ് റൈറ്റ് സൈഡിലൂടെ നടക്കാൻ പറയുന്നത്. ബിഫോർ ക്രോസിംഗ് ദ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് look to the right, then to the left, then to the right again, and only when the road is clear cross the road. നമ്മൾ എന്ത് ചെയ്യണം? ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം വലതുഭാഗത്തോട്ട് നോക്കുക, പിന്നെ ഇടതുഭാഗത്തോട്ട് നോക്കുക, പിന്നെ വീണ്ടും വലതുഭാഗത്തോട്ട് നോക്കുക. ട്രാഫിക്കിന് ഒരു പ്രശ്നവുമില്ല, ക്ലിയർ ആണെന്ന് തോന്നുമ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്രോസ് ചെയ്യാൻ. ഇല്ല, നമ്മൾ നോക്കുന്ന സമയത്ത് ട്രാഫിക് പ്രോബ്ലം ആണ്, ഇപ്പൊ വന്നാൽ ഒരു വണ്ടി വരുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ട് കയറിയാൽ ഇടിക്കും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യരുത്. Never run while crossing a road. ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഓടരുത്, നടന്നു വേണം ക്രോസ് ചെയ്യാൻ. റോഡിന്റെ വെള്ളം നോക്കി അങ്ങോട്ട് നോക്കിയിട്ട് ടപടപാന്ന് ഓടിപ്പോകുന്ന സ്വഭാവം പാടില്ല. ഓക്കെ, നടന്നു വേണം എന്ത് ചെയ്യാൻ? റോഡ് ക്രോസ് ചെയ്യാൻ. Always cross the road at a pedestrian crossing or zebra crossing. ഒന്നല്ലെങ്കിൽ റോഡിൽ സീബ്ര ക്രോസിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാകും. ഈ രണ്ട് ക്രോസിംഗിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റോഡ് ക്രോസ് ചെയ്യാൻ. മനസ്സിലായോ? അതിലൂടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാവൂ. Before crossing roads at corners, look out for vehicles about to make turns. Turning അല്ലെങ്കിൽ curve ഉള്ള സ്ഥലത്ത് നമ്മൾ തിരിയുകയാണെന്ന് ഇരിക്കട്ടെ, അല്ലെ ക്രോസ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ, കോർണേഴ്സിൽ മുക്കുകളിലൊക്കെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണെന്ന് ഇരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ തിരിവിൽ നിന്നും വാഹനം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. മനസ്സിലായോ? If you have learned to ride a bicycle, always keep to your left. നമ്മളൊരു ബൈസൈക്കിൾ ഓടിക്കാൻ പഠിച്ച ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഉപയോഗിച്ച് വേണം പോവാൻ. സിഗ്നൽ വിത്ത് യുവർ ഹാൻഡ് ബിഫോർ ടേണിംഗ്. നമ്മൾ ടേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചുള്ള സിഗ്നൽ കൂടെ കാണിക്കണം. ഒരു സ്ഥലത്തോട്ട് ടേൺ ചെയ്യാൻ മുമ്പ് സിഗ്നൽ കാണിച്ചു വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ ഇടിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ക്രോസ് ചെയ്യാണെന്ന് അറിയാനായിട്ട് നമ്മൾ കൈ കാണിച്ച് സിഗ്നൽ കൊടുത്തിട്ട് വേണം ക്രോസ് ചെയ്യാൻ. നെവർ പ്ലേ ഓൺ ദ റോഡ്. അതുപോലെ റോഡിൽ കയറിയിരുന്ന് കളിക്കരുത്. മനസ്സിലായോ? അങ്ങനെ കളിച്ചാൽ ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം ബൈ.